Thank you. Thank you. Thank you very Thank- much. It's thank you. over to Dr. Mariamma John to moderate the Malayalam session. നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFEHന്റെ 1336 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്കൊരു നല്ല ചർച്ചയാണുള്ളത്. ചർച്ചയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മളുടെ അതിഥികളായിട്ട് ഹോമിയോപ്പതി സ്നേഹികളും വിദ്യാർത്ഥികളും ഡോക്ടർമാരും തന്നെയാണുള്ളത്. ഇന്നത്തെ വിഷയം റിസർച്ചും ഹോമിയോപ്പതിയും എന്നതിൽ ഒരു ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലൊരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ വിഷയം കയറി വന്നത്. അന്ന് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച വീണ്ടും വേണം എന്ന് പല ഡോക്ടർമാരും ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് ഈ ഒരു വിഷയത്തിൽ ചർച്ച തുടങ്ങാം. ആമുഖമായിട്ട് സംസാരിക്കുന്നതിന് ധനേഷ് ഡോക്ടറെ ക്ഷണിക്കുന്നു. നന്ദി മറിയമ്മ ഡോക്ടറെ. നമ്മൾ ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ റിസർച്ചും ഹോമിയോപ്പതി എന്ന വിഷയത്തിൽ ഒരു ചർച്ച പെട്ടെന്ന് വെക്കാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ IFBHല് ഒത്തിരി ഡോക്ടർമാര് ക്ലാസ് എടുക്കുന്നതെല്ലാം തന്നെ ഒത്തിരി പേർക്ക് PhD ഉള്ളവരായിട്ടാണ്. അപ്പൊ PhD എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് ഹോമിയോപ്പതിയുടെ ലെവല് മാറിയിരിക്കുകയാണ്. പണ്ട് നമ്മൾ MD എന്ന് പറയും, BHMS ആയപ്പോൾ തന്നെ DHMS ആയി, പിന്നെ DHMS BHMS ആയി, BHMS MD ആയി. അത് കഴിഞ്ഞിപ്പം MDയും കഴിഞ്ഞിട്ട് നമ്മൾക്കിപ്പോൾ PhD വരെ ആയി. അപ്പൊ ഇതൊരു ഹോമിയോപ്പതിയുടെ സ്കെയില് വളരെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വളരുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു നമുക്കൊക്കെ ഒരുവിധം നല്ല പ്രാക്ടീസ് ഉണ്ടല്ലോ, ഇനി എന്തിനാണ് പഠിക്കുന്നത്. പക്ഷെ ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ ഇതെല്ലാം പഠിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇനിയുള്ള തലമുറയ്ക്ക് ഇതെല്ലാം ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ MD എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്വാളിറ്റി കുറെ കൂടി കൂടുന്നതായിട്ട് നമുക്ക് ചുറ്റുമുള്ളവർ കൂടെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ PhD അല്ലെ MD എടുക്കുന്ന ആ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലോട്ട് നമ്മുടെ ഡോക്ടർമാർ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ ഹോമിയോപ്പതി സംഭവത്തിൽ കേരളത്തിലുള്ള ഡോക്ടർമാര് ഇപ്പം കഴിഞ്ഞ നമ്മുടെ നീറ്റ് പരീക്ഷകളിലെല്ലാം തന്നെ PG നെറ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി വളരെ നല്ല റാങ്ക് നേടി കൂടുതൽ പേർക്ക് MDക്ക് അഡ്മിഷൻ കിട്ടുന്ന ഒരു സാഹചര്യത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴും MD വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു മിനിമം റിസർച്ചിനെ കുറിച്ച് തന്നെ നമ്മുടെ IFBHൽ ഒരു 100 തവണയെങ്കിലും നമ്മൾ പ്രസന്റേഷൻ ചെയ്തു. ഇതൊന്നും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു അപ്പുറമാണ്. 100 പ്രസന്റേഷനുകൾ IFBHൽ റിസർച്ചിനെ കുറിച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ട് വലിയൊരു സംഭവമാണ്. പണ്ടൊക്കെ നമ്മളെ ഇപ്പം ഹോമിയോപ്പതി തട്ടിപ്പാണെന്ന് ആരെങ്കിലും പറയുമ്പോൾ ഞാൻ 100 കേസ് സക്സസ് ആക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ പറയുന്ന പോലെയല്ല അതല്ലല്ലോ. നമ്മൾ ഒരു കേസ് സക്സസ് ആയാൽ പോലും അത് അവർ പറയുന്ന രീതിയിലുള്ള ആ ഒരു റിസർച്ച് മെത്തഡോളജിയിൽ ചെയ്തിട്ട് അത് സ്ഥാപിച്ചെടുക്കുമ്പോഴാണ് നമ്മളുടെ സിസ്റ്റം ശാസ്ത്രീയമാണെന്ന് മറ്റുള്ളവർ കൂടെ ബോധ്യപ്പെടുന്നത്, നമ്മളെ എതിർക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ. അപ്പൊ തീർച്ചയായും അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം. അപ്പൊ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ PG കോഴ്സുകൾക്ക് ശേഷം ഈ PhD കോഴ്സുകൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പലയിടത്തും സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ കേരളത്തിലും ഇപ്പൊ നമ്മുടെ ഇവിടെ തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ കോട്ടയത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ആൻഡ് ഹെൽത്ത് റിസർച്ച് സെന്ററിലാണ്. അവിടെ ഉള്ളവർക്ക് സ്റ്റൈപ്പൻഡ് ഒക്കെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തുള്ള കോഴ്സുകളിൽ ഇപ്പോഴ് ഈ പറഞ്ഞ PhD ഉള്ളവർക്ക്, PhDക്ക് വേണ്ടി പഠിക്കുന്നവർക്ക് തൽക്കാലം സ്റ്റൈപ്പൻഡ് കൊടുക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു
കൂടുതൽ ആൾക്കാർ അതിലോട്ട് ചെല്ലുന്നില്ല. പക്ഷെ അതല്ല, നിങ്ങൾ PhD എടുക്കുകയാണെങ്കിൽ ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് നമ്മുടെ ആൾക്കാർക്ക് മറ്റ് സാധ്യതകൾ ഒത്തിരി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ MD കഴിഞ്ഞാൽ ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരു ഭാവം മാറിയിട്ട് നമ്മൾ PhD-യിലോട്ട് കൂടെ പോകാൻ നമ്മുടെ കേരളത്തിലുള്ള ഡോക്ടർമാരോട് ശ്രമിക്കണം. കാരണം അങ്ങനെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ IFBH വഴിയൊക്കെ നമുക്ക് അതിനുള്ള നിവേദനങ്ങളും, കാരണം ഇനിയുള്ള കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് കിട്ടുന്ന പോലുള്ള ഒരു ഓണറേറിയം കിട്ടണം എന്നുള്ള അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളും നമുക്കൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞതിന്റെ കാരണം ഇപ്പൊ നമ്മുടെ പല ആൾക്കാരും MD-ക്ക് തന്നെ പല വിഷയങ്ങളിൽ ഓർഗനോൺ എടുക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത പരീക്ഷ എഴുതിയിട്ട് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എടുക്കുന്നു. കാരണം അതൊരു ഇൻകം ജനറേറ്റിംഗ് മാർഗമായിട്ട് അവർ കാണുന്നതാണ്. ഇപ്പൊ നമുക്ക് ഇതിലും അതുപോലെ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് വരുന്ന സാഹചര്യത്തിൽ ഇതിന് നല്ല ഡിമാൻഡാകും. ഇപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ട്രിവാൻഡ്രത്തും കോഴിക്കോടും PG കോഴ്സുകൾ തുടങ്ങി. പക്ഷെ അവിടെ ഇപ്പൊ ഈ ആർക്കും സ്റ്റൈപ്പൻഡ് കൊടുക്കാത്തതുകൊണ്ട് ഗവൺമെന്റ് സെക്ടറിലുള്ളവർ മാത്രമാണ് അതിനുവേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും അത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യേണ്ടത്, MD കഴിഞ്ഞവരാണെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ടത് എത്രയും വേഗം നമ്മുടെ കൺട്രോളർ ഓഫ് ഹോമിയോപ്പതി, അതായത് അത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഡോക്ടർ ഷീലയാണ്, ആ ഡോക്ടറെ വേണ്ടി മുന്നിൽ നിങ്ങളുടെ അപേക്ഷ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റിസർച്ചിലോട്ട് അഡ്മിഷൻ കിട്ടുകയും ഇന്നല്ലെങ്കിൽ നാളെ കയറുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പണം സ്റ്റൈപ്പൻഡ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. സംഘടനകളെല്ലാം ഒത്തൊരുമയോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല ഒരു ഇൻകം അവർക്ക് കിട്ടുകയും ഹോമിയോപ്പതിക്ക് കുറച്ചുകൂടെ നല്ല ഒരു പേര് കിട്ടുകയും ചെയ്യും. നമ്മുടെ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലൊക്കെ ഇന്ന് പഠിപ്പിക്കുന്ന ഭൂരിഭാഗം പേർക്കും PhD ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി PhD വരുന്ന ആൾക്കാർ വരുന്ന മുറയ്ക്ക് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് നല്ല പോസ്റ്റുകൾ കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും ആ രീതിയിൽ തന്നെ നീങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ റിസർച്ചിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുക വെച്ചാൽ നമുക്ക് ഈ കഴിഞ്ഞ പ്രസന്റേഷനിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ പ്രൂവ് ചെയ്യാൻ, ഇപ്പം മെഡിസിൻ പ്രൂവ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ജോലി. ഇപ്പൊ നമുക്ക് ഒരു കേസ് സക്സസ് ആയാൽ അതിന് സക്സസ് ആയ വഴികളിൽ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ച് നമ്മൾ ആ കേസ് സക്സസ്ഫുൾ ആകുമ്പം അതിന്റെ എവിഡൻസ് സഹിതം നമുക്കത് പബ്ലിഷ് ചെയ്യണം. അപ്പൊ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ റീസൺ എന്തുകൊണ്ടാണ് ഇത് സക്സസ്ഫുൾ ആണെന്ന് പറയാൻ കാര്യം എന്ന് നമുക്ക് പറയാനും പറ്റണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ആമുഖമായിട്ട് പറയാനുള്ളത്. മറ്റുള്ളവരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുക. എല്ലാവർക്കും സംസാരിക്കുന്ന രീതിയിൽ ഞാനിത് ഓണാക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇതൊരു വലിയ സംരംഭമാക്കി മാറ്റണം. ഇത് തുടർ ചർച്ചകൾ ധാരാളം വേണ്ടി വരും. കാരണം ഇത് നമ്മൾ കാണുന്ന പോലെ അല്ല, ഒത്തിരി സ്കോപ്പുള്ള വിഷയമാണ്. ഇന്ന് ഔപചാരികമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഗസ്റ്റുകളെ ആരെയും നമ്മൾ കിട്ടിയിട്ടില്ല എന്ന് വെച്ച് ചർച്ച മുടങ്ങണ്ട. നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ഓരോരുത്തർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്താവുന്നതാണ്. നന്ദി ധനേഷ് ഡോക്ടറെ. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. അമ്പാടി ഡോക്ടറുണ്ട്, രാജശ്രീ ഡോക്ടറുണ്ട്, പിന്നെ മറ്റുള്ളവരെല്ലാം ദീപ പ്രകാശ് ഡോക്ടറുണ്ട്. അങ്ങനെ എല്ലാവരും സംസാരിക്കണം. ഇതിലെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ദേവൻ ഡോക്ടർ ഒരു നോക്കിയ 3.4 ഇങ്ങനെയൊക്കെ അതാരാണ് കയറാൻ ശ്രമിക്കുന്നുണ്ടല്ലോ? ഞാനത് വെയിറ്റിംഗ് റൂമിൽ ഇട്ട് ധനേഷ് ഡോക്ടറെ. പേര് തന്നോ? ഇല്ല, പേര് വരുന്നില്ല, അതുകൊണ്ട് അഡ്മിറ്റ് കൊടുക്കാത്തെ. അതെ, മനസ്സിലായി. നമസ്കാരം. അപ്പം ഇന്നത്തെ വിഷയം വളരെ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്.
ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്നലെ ഞാൻ മധുസൂദനൻ ഡോക്ടറുടെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ 1-2 കേസുകൾ പറഞ്ഞിരുന്നു. അപ്പം ഈ കീമോതെറാപ്പിക്ക് കൊടുക്കുന്ന മെഡിസിൻസ് നമ്മൾ അവരുടെ ആ മെഡിസിൻസിന്റെ ഇത് നമ്മൾ നോക്കിയാൽ തന്നെ വളരെ സക്സസ് റേറ്റ് കുറവാണെങ്കിൽ പോലും അവർ ആ ഒരു രീതിയിൽ ആ മെഡിസിൻസിനെ കുറിച്ചുള്ള എഫിക്കസി, സൈഡ് എഫക്ട്സ് അതെല്ലാം തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അത് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് കുറെ കൂടി ആക്സെപ്റ്റൻസ്. അപ്പൊ നമ്മളുടെ സിസ്റ്റത്തിലും ആ ഒരു രീതിയിൽ പോയാലേ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ നമുക്ക് അതിജീവിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും ഇനി വരുന്ന ജനറേഷൻ, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞങ്ങളുടെ മകന് ഹോമിയോപ്പതിക്കാണ്, ശാരദാ കൃഷ്ണയിലാണ്. അപ്പം എന്തായാലും അവനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും തന്നെയല്ല ആ കോളേജിന്റെ ഒരു പ്രത്യേകതയും അവിടുത്തെ കോച്ചിങ് അനുസരിച്ചും അവൻ തന്നെ ഞങ്ങളോട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എം ഡി ഇപ്പം ഞാൻ ഇന്നലെ വെറുതെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ കുഞ്ഞിന് മെറ്റീരിയ മെഡിക്കയാണ് ഇഷ്ടം. അപ്പം എനിക്കാണെങ്കിൽ പീഡിയാട്രിക്സ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മെറ്റീരിയ മെഡിക്കയാണ് കൂടുതൽ ഇഷ്ടം എം ഡി. അത് കഴിഞ്ഞിട്ട് റിസർച്ച് എന്നുള്ളത് അവൻ്റെ ആ ഒരു തലയിൽ ഇപ്പോഴേ തന്നെ അത് ഉറച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഈ ഒരു ജനറേഷൻ അത് ആ രീതിയിൽ തന്നെ വരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം ധനേഷ് ഡോക്ടർ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് PhD ഹോൾഡേഴ്സ് ഉണ്ട്. നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നതെല്ലാം തന്നെ ഹിന്ദി സെഷൻ ആയാലും ഇംഗ്ലീഷ് സെഷൻ ആയാലും ഒക്കെ PhD ഹോൾഡേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ 2 പേര് ഇപ്പൊ PhD എടുത്തിട്ടുള്ള, ഒന്ന് ഡോക്ടർ സിൻസനും ഒന്ന് ഡോക്ടർ ഹേമ തിലക്കുമാണ്. 2 പേരും വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയാണ് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. പിന്നെ ഒരു പക്ഷേ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടായിരിക്കും എനിക്കിപ്പം അതിൻ്റെ ഒരു തലത്തിലോട്ട്, അതായത് അതിൻ്റെ ഒരു ആധികാരികമായിട്ട് പറയാൻ അറിയില്ല എങ്കിൽ പോലും ഇനി വരുന്ന, അതായത് ഞങ്ങളുടെ കുഞ്ഞിനെ പോലുള്ള ആ ഒരു ജനറേഷനിലുള്ള കുട്ടികൾ ഉറപ്പായിട്ടും ആ റിസർച്ച് ലെവലിൽ തന്നെ വരണം. ആ ഒരു രീതിയിൽ തന്നെ കേരളത്തിലെ എല്ലാ ഡോക്ടേഴ്സും തന്നെ വരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളതും. കാരണം ഒരു മെഡിസിൻ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആർണിക്ക തന്നെ ഇത് ഇത്ര പേരിൽ കൊടുത്തു, ഇത്ര കൺട്രോൾ സ്റ്റഡി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ കൊടുത്തു, ഇത്ര പേർക്ക് അത് എഫക്റ്റീവായി എന്നുള്ള രീതിയിൽ ഒരു സ്റ്റഡീസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റവും മറ്റുള്ള സിസ്റ്റത്തിനോടൊപ്പം തന്നെ അതിற்கு മേലെയോ ഉയർന്നു വരുമെന്ന് തന്നെ ഉള്ള ഒരു ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പം അതുകൊണ്ട് ഇപ്പൊ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സും ഉറപ്പായിട്ടും ഒരു ദേവൻ ഡോക്ടർക്ക് വേറൊരു എൻഗേജ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഗ്രൂപ്പിൽ ഡിസ്കഷനിൽ കയറാതിരുന്നത്. ചിലപ്പോൾ വൈകി കയറുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് എല്ലാം തന്നെ അതിൽ ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആണ് അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം കൂടുതൽ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല എങ്കിലും നല്ലൊരു സബ്ജക്റ്റാണ്. അപ്പം അത് ആ രീതിയിൽ തന്നെ PFPHും മുന്നോട്ട് തന്നെ പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. റിസർച്ചിനെ കുറിച്ച് തന്നെ 1-2 ക്ലാസ്സുകൾ, 1-2 അല്ലെന്ന് തോന്നുന്നു, അതിൽ കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ ഇംഗ്ലീഷ് സെഷനിൽ ഞാൻ കേട്ടിട്ടുണ്ട്. മലയാള സെഷനിൽ എടുത്തോന്ന് എനിക്കിപ്പോൾ പറയാൻ അറിയാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും തുടർന്നും ഇതിന്റെ ചർച്ചകൾ നടക്കണം എന്നുള്ള അഭിപ്രായത്തോടു കൂടി നന്ദി, നമസ്കാരം. രാജേശ്വരി ഡോക്ടറെ, ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. എങ്ങനെ കൊണ്ടുപോകണം ഡോക്ടർ മാഡം? അല്ല, റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നൊരു വിഷയം പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാല്, അന്ന് ദേവൻ ഡോക്ടർ പറഞ്ഞത് ശരിക്കും പറഞ്ഞാല് ഈ നമ്മള് മെഡിസിൻ കൊടുക്കുമ്പോൾ തന്നെ സിംഗിൾ ഡോസ് കൊണ്ടുള്ള ആക്ഷനും അല്ലാതുള്ള ആക്ഷനും ഇതെല്ലാം തന്നെ ഒരു പ്രൂവ് ചെയ്യേണ്ടതല്ലേ. അന്നാണെന്ന് തോന്നുന്നു ശ്രീധരക്കുപ്പ സാർ പറഞ്ഞത് ഹനുമാൻ ഒരു ദിവസം തന്നെ 10-15 മെഡിസിൻ മാറിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെ പറയുകയുണ്ടായി. ഓർക്കുന്നുണ്ടോ? അത്തരത്തിൽ ആ രീതിയിൽ ഒരു റിസർച്ചും കൂടെ ആവശ്യമില്ലേ? അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് ഈ സബ്ജക്ട് വെച്ചത് അല്ലേ? അത് അങ്ങനെയാണല്ലോ അന്ന് നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യം വന്നത്. പിന്നെ പ്രൂവ് ചെയ്യുന്നവരില് സൈഡ് ഇഫക്റ്റ് ഉണ്ടോന്ന് ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണ് ശ്രീധരക്കുറുപ്പ് സാർ പറഞ്ഞത് അങ്ങനെ സൈഡ് ഇഫക്റ്റ് വരാം, ഡോസ് കൂടി പോയി കഴിഞ്ഞാല് അവരില് സൈഡ് ഇഫക്റ്റ് വരാം എന്നൊരു കാര്യം പറഞ്ഞത്.
അതെ 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 അതെ. വിഷയത്തിലാണ് ഈ ഒരു ചർച്ചയിലേക്ക് നമ്മൾ വന്നത്. ഉം, ഉം, ഉം. ആദ്യത്തെ ഒരു ഇത് വെച്ച് തന്നെ മുന്നോട്ട് പോകുന്നതിന് പകരം പല കാര്യങ്ങളും ഇന്ന് പലരും പല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെയും പ്രാവർത്തികമാണോ ഇല്ലയോ എന്നുള്ള ഒരു റിസർച്ച് ആ രീതിയിൽ കൂടെ കൊണ്ടുപോകണ്ടേന്നുള്ളതാണ്. അതെ, അതിനൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണമല്ലോ മറിയം മാഡം. അല്ലാതെ വെറുതെ നമ്മൾ ഇതിനായിട്ട് ഒരു സയന്റിഫിക് സെൽ വേണം. അങ്ങനെയാണല്ലോ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന, അങ്ങനെയാണ് ഒരു സയന്റിഫിക് സെൽ വേണം. അല്ലാതെ നമ്മൾ കുറച്ച് പേര് ഇരുന്നൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തിൽ IFPH തന്നെ ഒരു സയന്റിഫിക് സെല്ലോ മറ്റോ രൂപീകരിക്കാവുന്ന ഒക്കെ രീതിയിൽ ഒരു ചർച്ച തുടങ്ങിയെങ്കിലും അത് ഫലവത്തായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ ഇടയ്ക്ക് നമ്മൾ തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഒരു സയന്റിഫിക് സെല്ലൊക്കെ തുടങ്ങി ഇതുപോലെ റിസർച്ചിനെ കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അത് പിന്നെ മുന്നോട്ട് പോയതായിട്ട് കണ്ടില്ല. അത് തന്നെയാണ് നമ്മുടെ ഹോമിയോപ്പതി സംഭവിക്കുന്ന കാര്യവും. അതെ, അതിന്റെ ഒരു പോരായ്മയും അത് തന്നെയാണ്. പിന്നെ ഇപ്പൊ ദേവൻ ഡോക്ടർ വന്നതന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യമായി പോയത് കൊണ്ട്. തന്നെയുമല്ല, അതൊരു ഡ്രഗ് പ്രൂവിങ് എന്നുള്ള രീതിയിലായിരുന്നല്ലോ അന്നത്തെ ഒരു ഡിസ്കഷൻ. അപ്പൊ റിസർച്ച് എന്നുള്ള രീതിയിലായി. അതാണ്. അല്ലാതെ PhD എന്നുള്ള ഒരു ലെവലിലല്ല അന്ന് നമ്മുടെ ചർച്ച നടന്നിരുന്നത്. പല അതെ കാര്യങ്ങളും നമ്മള് പഴയ കാര്യങ്ങൾ ആ തുടക്കത്തിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും നമ്മള്. അതെ ഇതില് എല്ലാം അത് പ്രകാശ് ഡോക്ടർ, എറണാകുളത്തുള്ള പ്രകാശ് ഡോക്ടർ ഒരിക്കലും ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഡൈനാമിക് അങ്ങനെയുള്ള കേസുകൾക്ക് മാത്രമേ സിംഗിൾ മെഡിസിൻ, സിംഗിൾ ഡോസ് എന്നുള്ള ഇത് വരുവുള്ളെന്നും ചില കേസുകളിൽ അത് പോരാ, വാല്യുവേഷൻ വേണ്ടി വരുമെന്നും അങ്ങനെയൊക്കെ ഉള്ള ക്ലാസ്സുകൾ ഡോക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാത്തിനും ഒരേപോലെ പറയാതെ പല രീതിയിൽ പല പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അതിൻ്റെതായ ഇഫക്റ്റുകൾ എല്ലാം ഒന്ന് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാകുകയില്ല. ഡോക്ടർക്ക് തന്നെ അറിയാമല്ലോ, ഞാന് ചേർത്തല ആശുപത്രി വളരെയധികം ഈ ഒരു കാര്യത്തിൽ സഫർ ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയം ഇപ്പം പറഞ്ഞത്. വളരെയധികം ഞാൻ സഫർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ആശുപത്രിയിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഇറങ്ങി ഓടേണ്ട ഒരവസ്ഥ വരെ ചെയ്തു പോയി. റവോൾഫിയ ടിഞ്ചർ ഞാൻ കുറിച്ചു എന്നുള്ള ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ സത്യം പറഞ്ഞാല് വലിയൊരു പ്രശ്നം, TV പത്രത്തിൽ വരെ ആകുന്ന ഒരു പ്രശ്നം അവിടെ അതിന്റെ പുറകിൽ ഉണ്ടാകുകയും അവിടുന്ന് ഞാൻ വളരെ ഇതായിട്ട് ഇറങ്ങി പോരേണ്ട ഒരു സാഹചര്യവും എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം വന്നൊരു സംഭവമാണത്. അപ്പൊ നമ്മളുടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പല രീതിയിലുള്ള തെറ്റായ രീതിയിലുള്ള ഇത് നമ്മുടെ സ്റ്റാഫിന് കൊടുക്കുന്നതും അതുവഴി സ്റ്റാഫ് നമ്മളെ ഭരിക്കാൻ ഇടയാകുന്നതും ഇതൊക്കെ വലിയ വലിയ സംഭവങ്ങളാണ് ഡിപ്പാർട്ട്മെന്റിൽ പോലും നടക്കുന്നത്. അതിന്റെ ഇന്നത്തെ ഈ റിസർച്ച് എന്നുള്ള വിഷയം കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് അങ്ങ് ചിന്തിച്ചു പോയി. അതുപോലെയുള്ള ഒരു റിസർച്ചും കൂടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടന്നേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ 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 കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രോട്ടോകോൾ എന്നുള്ള രീതിയിൽ അതും അതിന്റെ ഒരു ഭാഗമാണല്ലോ. എവിഡൻസ് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ പ്രോട്ടോകോൾ അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് പോകാമല്ലോ എന്നുള്ളതാണ്. പക്ഷെ ഹോമിയോപ്പതിയുടെ ഒരു പ്രത്യേകതയും ഒരു നിശ്ചിത ഒരു ഫിക്സഡ് ആയിട്ടൊരു ഒരു പ്രോട്ടോകോൾ നമുക്ക് അങ്ങനെ എഴുതി വെക്കാനും പറ്റുന്നില്ലല്ലോ മാഡം, ശരിയല്ലേ? അത് നമുക്ക് പറ്റത്തില്ല. പ്രോട്ടോകോൾ എന്നുള്ളത് നമുക്ക് പറ്റുകയില്ല. കാരണം ഇൻഡിവിജ്വലൈസേഷൻ എന്നുള്ള ഒരു വിഷയം നമുക്കുണ്ട്. അത് പ്രത്യേകമായി നമ്മൾ മാനിക്കേണ്ട കാര്യം തന്നെയാണ്. അതെ 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 ആ ഒരു കാര്യത്തിൽ അല്ല ഞാൻ പറഞ്ഞത്. മെഡിസിൻ കൊടുക്കുന്ന കാര്യത്തിലുള്ള ഭിന്ന അഭിപ്രായങ്ങളെ കുറിച്ചാണ്. പല ഓതേഴ്സും പല രീതിയിലുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാമാണല്ലോ ഇപ്പൊ ഫോളോ ചെയ്തു വരുന്നത്. ഹാൻഡ്മാൻ പറഞ്ഞ മാത്രമല്ലല്ലോ. നമ്മൾ മൊത്തത്തിൽ എല്ലാം കൂടെ എടുത്ത് ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിൽ ആകാമെന്നുള്ളൊരു ഇത് വരണം. നമ്മളൊക്കെ പല കേസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയും സിംഗിൾ ഡോസേ കൊടുക്കാവുള്ളൂ എന്ന് പറയുമ്പം അതുകൊണ്ട് വരുന്ന പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. അപ്പം കേസ് റെക്കോർഡിൽ സിംഗിൾ ഡോസ് ആയിരിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ.
പക്ഷെ രോഗി കഴിക്കുന്നതിൽ വേറെയും കാണും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാതെ എങ്ങനെ ഏതെല്ലാം രീതിയിൽ ഹോമിയോപ്പതി കൊണ്ട് പ്രയോജനപ്പെടുത്താമെന്നുള്ളൊരു റിസർച്ചും കൂടെ ഇതിൽ ആവശ്യം. ഇതുവരെയും അഡ്മിറ്റ് ചെയ്ത് സംസാരിക്കാത്ത ഒത്തിരി പേരുണ്ടല്ലോ. സൂസി ഡോക്ടർ കൊല്ലത്തുള്ള ഡോക്ടറല്ലേ? ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്തിരിക്കുകയാണല്ലോ, സംസാരിക്കാമോ? ഏതായാലും ഇന്ന് റിസർച്ച് എന്നുള്ളൊരു വിഷയമായതുകൊണ്ട് എല്ലാവരുടെയും താല്പര്യം നമ്മൾ പറയുന്ന പോലെ അല്ല എന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. നമ്മള് റിസർച്ചിന്റെ പോകാൻ താല്പര്യം നമുക്ക് ആർക്കും തന്നെ ഇല്ല എന്നുള്ളത്. കാരണം നമ്മള് അത്രയും അത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. രാജേശ്വരി ഡോക്ടറെ ഇപ്പൊ സംസാരിക്കാൻ പറ്റുമോ ഡോക്ടർക്ക്? ഇപ്പൊ കുഴപ്പമില്ല, എനിക്ക് കേൾക്കാനും സാധിക്കുന്നുണ്ട്. മുമ്പേ കുറച്ച് സമയം അതാ ഞാനൊന്ന് ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്തതേ. കുഴപ്പമില്ല, ഞാൻ പറയുന്ന കേൾക്കില്ല. മറ്റേ ഞാൻ ചോദിച്ചതിന് ആൻസർ കിട്ടിയിരുന്നു. ആനിയമ്മ ജോൺ ഡോക്ടർ ആൻസർ തന്നിരുന്നു. അത് കാൽക്കുലി കാർബാണ് ഫാറ്റ് വരുന്നതിനും അമ്പലിക്കൽ ഹെർണിയയ്ക്ക് നല്ലതാണ് ആൻസർ തന്നിരുന്നു. പിന്നെ എല്ലാവരും പിന്നെ കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തോ എറർ ഉണ്ടെന്നുള്ള പറയുന്നുണ്ട്. ഇപ്പൊ ഈ ചൂട് സമയത്ത് വരുന്ന ചില മെഡിസിൻസിനെ കുറിച്ച് ഒരു ഡോക്ടർ ചോദിച്ചിട്ടുണ്ട്. രാജേശ്വരി ഡോക്ടർക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാമോ? പറയാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയാം. ഇപ്പൊ ഇപ്പോഴത്തെ ഇന്നത്തെ ഈ പ്ലാറ്റ്ഫോമിൽ കയറിയതും ഒട്ടുമിക്കവരും എനിക്ക് തോന്നുന്നു കുറെയൊക്കെ നമ്മളുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണെന്ന് തോന്നുന്നു കയറിയിരിക്കുന്നത്. അപ്പൊ ആധികാരികമായിട്ടൊരു റിസർച്ചിനെ കുറിച്ച് പറയാൻ ഒരുപക്ഷെ ഇപ്പം ദേവൻ ഡോക്ടറും റിസർച്ച് ഓറിയന്റഡ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു അന്നത്തെ ആ ഒരു ഡ്രഗ് പ്രൂവിങ്ങിലോട്ടാണ് അന്നത്തെ ഡിസ്കഷൻ പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതും കൂടി അതെ, രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു ശ്രീധരക്കുറുപ്പ് സാറാണെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും കൂടി ആ റിസർച്ച് അവിടെയൊക്കെ അവിടെയൊക്കെ വർക്ക് ചെയ്തത് കൊണ്ട് കുറച്ചുകൂടെ പറയാൻ സാധിക്കുമായിരുന്നേനെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആർക്കും താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ സങ്കടപ്പെടുകയോ അല്ലെങ്കിൽ നിരാശപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, മോൻ തന്നെ ആണെങ്കിലും അവിടെ ശാരദാകൃഷ്ണയിൽ പഠിക്കുന്നത് കൊണ്ടും അവിടുത്തെ ആ ഒരു കോച്ചിങ്ങിന്റെ പ്രത്യേകത കൊണ്ടും ആ റിസർച്ചിലോട്ട് തന്നെ പോകണം, അതായത് MD കഴിഞ്ഞിട്ട് റിസർച്ചിലോട്ട് പോകണം എന്ന് തന്നെയാണ് ഉള്ള ഒരു കണക്കൂട്ടലിൽ തന്നെയാണ് അവൻ നിൽക്കുന്നത്. ഇപ്പം കോട്ടയത്ത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ. ഇപ്പൊ ധനേഷ് ഡോക്ടർ പറഞ്ഞതുപോലെ കോട്ടയത്ത് മാത്രമേ ഉള്ളൂ ഇപ്പം റിസർച്ച് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മളുടെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും വേണമെങ്കിൽ ഇനിയും, എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല ഏജ് ലിമിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, വേണമെങ്കിൽ പോവുകയും ചെയ്യാമല്ലോ. അപ്പൊ അതാണ് അതിന്റെ ഒരു മറുപടിയായിട്ട് പറയാനുള്ളത് എനിക്ക്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതിൽ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. നേട്രമോർ 6Xൽ നേട്രം കാർബ് കൊടുത്തിട്ട് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പോലും 1-2 കേസിൽ അങ്ങനെ ക്ഷീണമൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നേട്രമോർ അന്ന് ശാന്താചന്ദ്രൻ മാഡം ആണെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് നല്ലൊരു വ്യത്യാസം കണ്ടിരുന്നു. പിന്നെ എന്നാൽ പോലും അതിശക്തമായ ചൂടാണല്ലോ ഇപ്പോഴാണെങ്കിൽ പോലും നമ്മൾക്ക് പുറത്തിറങ്ങിയിരുന്നാലും അകത്തിരുന്നാലും ഒന്നും നമുക്ക് ഒരു തണുപ്പ് കിട്ടുന്നില്ല. പിന്നെ പ്രിക്ലി ഹീറ്റിന് എനിക്ക് തോന്നിയ ഒരു കാര്യം, ആന്റിമിക്രോഡിനോടൊപ്പം തന്നെ എപ്പിസ്മെല്ല് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എപ്പിസ്മെല്ല് നല്ലതാണ് പ്രിക്ലി ഹീറ്റിന്. ഇപ്പം കൂടുതലും അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ അങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പം കൂടുതൽ സോപ്പിന്റെ ഉപയോഗം, കൂടുതലും ഗ്ലിസറിൻ സോപ്പ് എന്തെങ്കിലും ഉപയോഗിക്കാനാണ് പറയുക. 2 നേരം ബോഡി വാഷ് ചെയ്യാൻ പറയും. രാവിലെ ഒന്ന് കുളിക്കുക, വൈകുന്നേരം ഒന്നും കൂടി ഒന്ന് ഫ്രഷ് ആകാൻ പറയാറുണ്ട്. പിന്നെ പറയുന്നത് നല്ല കോട്ടൺ ഡ്രസ്സ് തന്നെ, അതും ലൈറ്റ് കളേഴ്സ്, ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യരുതെന്ന് പറയാറുണ്ട്. പിന്നെ തലവേദനയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ, ഇപ്പൊ 1-2 കേസ് ആണെങ്കിൽ തലവേദനയായിട്ട് വന്നിട്ട് ജെൽസീമിയം കൊണ്ട് എനിക്ക് നല്ല തലവേദനയും നല്ല ടയേർഡ്നെസ്സും ഒക്കെ വന്നപ്പോൾ ജെൽസീമിയം 30 ആണ് കൊടുത്തത്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒക്കെ തന്നെ ഈ നേട്രമോർ 6X കൊടുക്കുന്നുണ്ട്. പിന്നെ
ഗ്ലോണോയിനൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇപ്രാവശ്യത്തെ ആ ഒരു രീതിയിലൊരു തലവേദനയായിട്ട് വന്നിട്ടില്ല. പക്ഷെ നേട്രമൂർ 6X നേട്രം കാർബ് ട്രൈ ചെയ്ത് നോക്കി, ജെൽസീമിയം കൊണ്ടുമൊക്കെ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലും കിട്ടുന്നത് പ്രിക്കിളി ഹീറ്റ് ആണ്. അപ്പൊ അതൊരു എനിക്ക് തോന്നുന്നു പിന്നെ അവർ വരുന്നില്ല. അപ്പൊ ആ ഒരു ഒറ്റ കോഴ്സ് മെഡിസിൻ കൊണ്ടൊക്കെ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ആളുകൾക്കും കുറെയൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഇപ്പം. അപ്പൊ അവരോട് പറയാറുണ്ട് ഞാൻ ഇങ്ങനെ പൗഡേഴ്സ്, പ്രിക്കിളി ഹീറ്റ് പൗഡറോ അങ്ങനെയൊന്നും അങ്ങനെ കുറെയൊക്കെ അവൈലബിൾ ആണല്ലോ, അങ്ങനെ യൂസ് ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ പണ്ടത്തെക്കാട്ടിലെ ആൾക്കാർ ബോധവാന്മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ പലരും ഇപ്പൊ ചെയ്തു വരുന്ന ഒരു കാര്യം തണുത്ത ഉടനെ തന്നെ ചൂടത്ത് വന്നിട്ട് ഐസ്ക്രീം കഴിക്കുക. അങ്ങനെ ഒരു രീതിയിൽ തന്നെ കുറച്ച് കേസുകൾ വന്നപ്പോൾ ആഴ്സനിക് കൊണ്ടൊക്കെ തന്നെ മാറി. തണുത്ത ഐസ്ക്രീം അല്ലെങ്കിൽ ആ ചൂട് സമയത്ത് തണുത്ത വെള്ളം കുടിച്ചു, അല്ലെ ഐസ്ക്രീം കഴിച്ചു, അല്ലെ തണുത്ത ഫ്രൂട്ട്സ് കഴിച്ചു എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ ആഴ്സനിക് 200 ആണ് കൊടുത്തിട്ടുള്ളത്. ടെമ്പറേച്ചറും ഒക്കെ വരുമ്പോൾ ടെമ്പറേച്ചറും വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഫീവർ പിന്നെയും തിരികെ വരുന്നുണ്ട് നല്ല ശക്തിയായിട്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ മാറിയിട്ടുണ്ട്. വെള്ളം ധാരാളം കുടിക്കാനും പറയുന്നുണ്ട്. 8 ഗ്ലാസ് ഒന്നുമല്ല, ഒരു 10-12 ഗ്ലാസ് വെള്ളമെങ്കിലും തിളപ്പിച്ച തണുത്ത വെള്ളം ഒക്കെ ധാരാളം കുടിക്കാൻ പറയുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു ചൂടിന്റെ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ചുമയും അങ്ങനെ ആഴ്ചയിൽ പോലെ തന്നെ നമുക്ക് ഈ ചൂടത്ത് തണുത്ത കഴിച്ചിട്ടും അല്ലെ AC-ലോട്ട് കയറിയിട്ട് വരുന്നവർക്കും ബ്രയോണിയ നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട്. ബ്രയോണിയ ഞാൻ കുറച്ചുകൂടെ ജലദോഷവും തുമ്മലും ആ ഒരു രീതിയിൽ വരുന്നതിന് ആഴ്സും, അതേസമയം തൊണ്ടവേദനയും ചുമയും കുത്തിച്ചുമയുമായിട്ട് വരുന്ന കേസുകളിൽ ബ്രയും കുറച്ചുകൂടെ ഗുണം ചെയ്യുന്നുണ്ട്. അതെ അതെ പിന്നെ ഈ പ്രിക്ലി ഹീറ്റിന് പല ഡോക്ടേഴ്സും സിസിജിയം പറയുന്നുണ്ട്. സിസിജിയത്തിനകത്ത് പ്രത്യേകിച്ച് അത് പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇതിന് ഉപരിയായിട്ട് ചൊറിച്ചിലാണ് ഭയങ്കരം. അതെ 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 അത് എനിക്ക് തോന്നുന്ന ഹോണി ആയിട്ടുള്ളത് അനിഗ്രൂഡും എഫക്റ്റീവായിട്ട് കാണാറുണ്ട്, എപ്പിസും എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. സിസിജിയം നമുക്ക് അന്ന് ക്ലാസ്സിൽ എന്തോ ഞാനത് ട്രൈ ചെയ്തില്ല. ഇവിടെ 30 ആണ് ഇരിക്കുന്നത്. ഞാനത് കൊടുക്കാനായിട്ട് ആ ഒരു രീതിയിൽ പെട്ടെന്നൊരു പേഷ്യൻസിനെ ഒന്നും കിട്ടില്ല. പിന്നെ ഡയബറ്റിക്കും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിസിജിയം ഉറപ്പായിട്ടും കൊടുക്കാമല്ലോ. ഡയബറ്റിക് അല്ലെങ്കിലും പറ്റും. പ്രിക്ലി ഹീറ്റിന് പറ്റും. അന്ന് 3X ആണെന്ന് ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു. ഇല്ല 200ഉം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇനി ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പൊട്ടൻസികളും കൂടി ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകുമ്പോഴേ 200 എന്നാണ് എനിക്ക് തോന്നുന്നു. ഭാഗ്യലക്ഷ്മി മാഡം അന്നങ്ങനെ 200 പറഞ്ഞ പോലെ എന്റെ ഒരു ഓർമ്മ വന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ പനിക്കും ഇപ്പം നല്ലപോലെ ബ്രയോണിയ വരുന്നുണ്ട്. കൂടുതൽ പേരും ഈ AC-ലോട്ട് കയറുന്നുണ്ടല്ലോ നല്ല ചൂടത്തൊന്ന്. പിന്നെ ബോഡി പെയിനും ഒക്കെ ആയിട്ട് സിവിയർ ബോഡി പെയിനും സിവിയർ ഹെഡേക്കും ആണ് പറയുന്നത്. പിന്നെ അതുപോലെ ചുമ, ചെസ്റ്റ് പെയിനോട് കൂടിയുള്ള ചുമ, അങ്ങനെ അതിലൊക്കെ കൂടുതലും ബ്രയോണിയ ഗുണം കിട്ടുന്നുണ്ട്. അതുപോലെ ആർക്കെങ്കിലും അവരുടെ അനുഭവങ്ങൾ പറയാവുന്നതാണ്. നമ്മൾ റിസർച്ച് തുടങ്ങി ഇപ്പൊ ഈ ചൂട് കാലാവസ്ഥയിൽ വരുന്ന മെഡിസിനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ അത് അത്യാവശ്യമായ ഒരു കാര്യവുമാണ്. അപ്പം ആരെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടെങ്കിൽ ഇപ്പം അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. സലിംകുമാർ ഡോക്ടറെ. ഡോക്ടർ ഇൻസെക്ടിസൈഡിന്റെ മെഡിസിൻ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മള് സാധാരണ ഞാന് ഈ വേട്ടാവെളിയനോ അല്ലെ മീൻസ് അങ്ങനെയാണോ പറയുന്നത് അറിഞ്ഞൂടാ, അങ്ങനെ കടന്തലോ ഒക്കെ കുത്തിയിട്ട് വരുമ്പോ ആർണിക്ക നമ്മളത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വായിച്ചിട്ടുള്ളതാണ്. ആർണിക്ക കൊടുക്കാറുണ്ട്. കൊടുത്തിട്ടും റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധാരണ പോലെ എന്തെങ്കിലും ആണെങ്കിൽ എപ്പിസ് അല്ലെങ്കിൽ ലഡം, അതും അല്ലെങ്കിൽ കാന്താരിസ്, പുകച്ചിലൊക്കെ കൂടുതലുണ്ടെങ്കിൽ കാന്താരിസ്. എപ്പിസ് നമുക്കറിയാവുന്ന പോലെ തന്നെ കൂടുതൽ റെഡ്നെസ്സോ അല്ലെങ്കിൽ റെഡ്നെസ്, ബേണിംഗ് പെയിന്, പിന്നെ ഇത് സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ എപ്പിസ് കൊണ്ട് തന്നെ മാറുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഒരു കേസ് പറഞ്ഞെന്ന് തോന്നുന്നു ഏതോ ഒരു ക്ലാസ്സിൽ. ഒരു സാറ് ഞങ്ങളുടെ തറവാട്ടിൽ നിന്നുള്ളത്, ഇപ്പം ഞങ്ങൾ ചേർത്തല ടൗണിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു പട്ടിയെ മൂർഖൻ പാമ്പാണ് കടിച്ചതെന്നും പറഞ്ഞ് ഒരു ദിവസം രാവിലെയാണ് ഓടി വന്നപ്പോൾ ഞങ്ങൾ ലഡത്തിന്റെ കൂടെ നാജയും കൂടിയാണ് കൊടുത്തത്. പക്ഷെ ആ പട്ടി സർവൈവ് ചെയ്ത് വന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പണ്ടൊക്കെ
ദേവൻ ഡോക്ടർ പറയാറുണ്ട്. പണ്ടത്തെ കാലഘട്ടത്തിൽ അധികം മെഡിക്കൽ എയ്ഡ് ഒന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഒരു സ്നേക്ക് ബൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒക്കെ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരാറുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെയുള്ള കേസുകൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. ഒരു സിംഗിൾ ബൈറ്റ് അല്ല 2 ബൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഉടനെ തന്നെ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം പ്രോത്രോംബിൻ ടൈമിന് പിന്നെ ക്ലോട്ടിംഗ് ടൈമും ബ്ലീഡിംഗ് ടൈമും ഒക്കെ നോക്കണമല്ലോ. അപ്പം അങ്ങനെ നോക്കി നമ്മളുടെ ചേർത്തലയിൽ തന്നെ അടുത്ത് തന്നെ ആന്റിവിനം ഉള്ള ഹോസ്പിറ്റലുണ്ട്, KVM ഹോസ്പിറ്റൽ. അപ്പം അങ്ങോട്ടങ്ങ് റെഫർ ചെയ്യും. പക്ഷെ പൊതുവേ നമ്മുടെ ഇൻസെക്ട് ബൈറ്റിന് എപ്പിസ്, ലെഡം, ദെൻ കാന്താരിസ്, അതല്ലെങ്കിൽ ആർണിക്ക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കോണേറ്റും കൊടുക്കാമല്ലോ. അത്രയും സിവിയർ ആയിട്ട് പെട്ടെന്ന് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഭയന്ന് പോയി പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കോണേറ്റ് കൊണ്ടും അത് മാറി വരും. ഇതാണ് എൻ്റെ ഒരു അനുഭവം. മറ്റേ പഴുതാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കുമല്ലോ, അരച്ചരച്ച് കയറുന്നൊരു വേദന. അപ്പൊ അതിനും ഈ ഒരു മരുന്നുകളൊക്കെ കൊണ്ട് തന്നെ മാറുന്നുണ്ട്. കടന്തൽ കുത്തുന്നതാണ് എനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ആർണിക്ക കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആർണിക്ക ഞാൻ വളരെ അധികം കേസുകളിൽ നമുക്ക് കൊടുത്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ബുക്കിൽ കണ്ടിട്ടുള്ളത് കൊണ്ട്. അത് സ്പൈഡർ ബൈറ്റ് ആണ് സ്പൈഡർ ബൈറ്റ് ചോദിച്ചിരിക്കുന്നു. സ്പൈഡർ ബൈറ്റിന് നമുക്ക് ഈ അടുത്ത് തന്നെ അത് ഉറപ്പായിട്ടും അങ്ങനെയുള്ളൊരു കേസ് തന്നെ കിട്ടി. സാധാരണ നമ്മൾ തമാശയിൽ പറയാറുണ്ട് ഇത് വെറുതെ നമ്മുടെ തോന്നലായിരിക്കും എന്നുള്ളത്. ടാരന്റുല ക്യൂബൻസിസ് കൊണ്ട് തന്നെ പെട്ടെന്ന് അപ്പൊ അവര് നമ്മുടെ ഡിസ്പെൻസറി വന്നു കഴിഞ്ഞപ്പോൾ തന്നെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതും ഉടനെ തന്നെ ഭയങ്കര ചൊറിച്ചിലും ബേണിങ്ങും ഉണ്ടായി. അത് കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ടാരന്റുല ക്യൂബൻസിസ് ഉണ്ടായിരുന്നു. 30 കൊടുത്ത് തന്നെ അവർക്കത് കുറഞ്ഞ പുകച്ചിൽ കുറഞ്ഞാണ് നമ്മുടെ ഡിസ്പെൻസറിയിൽ നിന്നും പോയത്. നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം ടാരന്റുല ക്യൂബൻസിസ് ഉറപ്പാണെന്നുണ്ടെങ്കിൽ. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു ഒരു ഹെർപ്പിസോ അങ്ങനെയാണെങ്കിൽ പോലും പഴയ ആൾക്കാർ പറയും വിശ്വസിക്കാറില്ലായിരുന്നു. പക്ഷെ ഇത് നേരിട്ട് അനുഭവത്തിൽ കണ്ടത് കൊണ്ട് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് ടാരന്റുല ക്യൂബൻസിസ് 30 കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടി. അവർക്ക് ആ പേഷ്യന്റിന് മാറിയാണ് പോയത് ആ കംപ്ലൈന്റ്. ഇതിപ്പോ ഞാൻ സ്പൈഡറിന്റെ കാര്യത്തിലല്ല പറയുന്നത്, ഇച്ചിനീഷ്യ നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടല്ലോ ബൈറ്റുകളില്. അതെ, അത് പൊതുവേ ഈ ഒരു പോയിസണിങ്ങിനൊക്കെ നല്ലതാണല്ലോ, അത് ക്ലിയർ ആക്കുമല്ലോ. ബ്ലഡ് പോയിസണിങ്, അതുപോലെ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിനീഷ്യ നല്ലപോലെ പ്രയോജനം ചെയ്യുന്നുണ്ട്. ഈ നമുക്ക് ചൂട് സമയത്തുണ്ടാകുന്ന ഇതുകൊണ്ടുണ്ടാകുന്ന ചൊറിച്ചിലിനും ഇച്ചിനീഷ്യക്ക് നല്ല ഗുണമുണ്ട്. ഇച്ചിനീഷ്യ 30 കൊടുത്താല് നല്ല റിലീഫ് കിട്ടുന്നുണ്ട്. ലതാ മനോഹരൻ ഡോക്ടർ പഴുതാരയുടെ ചോദിച്ചിട്ടുണ്ട്. അതും ഇതൊക്കെ തന്നെയാണ്. എന്നെ തന്നെ പഴുതാര കടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടെന്ന് തോന്നുന്നു, അതായിരിക്കും. അപ്പം ഞാൻ എപ്പിസ്, ലെഡം, കാന്താരിസ് ഒക്കെ തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പൊ ലെഡം കൂടുതലും കഴിച്ചിട്ടുണ്ട്, കാരണം ആ ഒരു അരയ്ക്കുന്ന വേദനയാണ്. അതൊരു ദിവസം എനിക്കറിയാം, ഹോമിയോപ്പതിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയായിരുന്നു ഒരിക്കല് പഴുതാര തന്നെ കടിച്ചു. കയ്യിൽ എക്സാം എഴുതാനൊക്കെ ഇത്തിരി മോഡൽ എക്സാമോ മറ്റോ ആയിരുന്നു. അന്ന് ലെഡമാണ് കഴിച്ചത്. ലെഡം കഴിച്ച് നല്ലപോലെ മാറി. കുറച്ച് സമയം എടുത്തുന്നേ ഉള്ളൂ. മീൻസ് എടുക്കാനുള്ള കാരണം കുറച്ച് വൈകിയാണ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ടാണ്. ലെഡം നല്ലതാണ് മാഡം, നല്ല മെഡിസിനാണ്. 200 കൊടുക്കാം. അതുപോലെ ഈ കടന്തൽ കുത്തുന്നതിന് നമ്മുടെ തന്നെ മെഡിസിൻ ബുക്കിലുണ്ട് തോന്നുന്നു, വിനീഗർ പുരട്ടിയിട്ട് എന്ന് പറഞ്ഞുള്ള ഒരിത്. എക്സ്റ്റേണൽ ആയിട്ട് വിനീഗർ പറ്റുന്നത് നല്ല ഇഫക്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഞാനും ഈ എസ്റ്റേഡിൽ കൊടുക്കാറുണ്ട്. ഒന്നുകിൽ കാന്താരിസ് അല്ലെങ്കിൽ അർട്ടിക്ക ഓറൻസോ ഒക്കെ എസ്റ്റേഡിലായിട്ട്. എന്ന് വെച്ചാൽ അത് പേഷ്യൻസിന് ഒരു സൂതിങ് എഫക്റ്റ് ആണല്ലോ. സ്പൈഡർ ബൈറ്റിനാണെങ്കിൽ പിന്നെ ഇതാണ് പറയുന്നത്, തുളസിയില. അത് ഈ ഒറ്റമൂലിക്കാര് കൊടുക്കുന്നത് തന്നെ തുളസിയിലയുടെ ചാറാണ് കൊടുക്കുന്നത്. അത് നല്ലപോലെ പിഴിഞ്ഞിട്ട് അതാണ് അവരത് കൊടുക്കുന്നത് തന്നെ സ്പൈഡർ ബൈറ്റിന്. നമുക്ക് പറയാവുന്നതാണ്. വിശ്വാസം കിട്ടും അതൊക്കെ ചെയ്താല്, നമ്മുടെ മെഡിസിനിലൂടെ കൊടുക്കുവാണെങ്കിൽ. പിന്നെ നമ്മുടെ എബ്രഹാം വൈദ്യൻ ഡോക്ടർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇച്ചിനീഷ്യ ടിഞ്ചറിന്റെ കാര്യം. ഒരു സ്നേക്ക് ബൈറ്റുമായിട്ട് വന്നാല് 5 ml ഇച്ചിനീഷ്യ ടിഞ്ചർ 1 ഗ്ലാസ് വെള്ളത്തിലോട്ട് ചേർത്തിട്ട് അതിൽ നിന്ന് ഓരോ സ്പൂണ് 5-10 മിനിറ്റ് ഇടവിട്ട് വായിൽ കയ്പ് തോന്നുന്നിടം വരെ കൊടുക്കണം. അങ്ങനെ ഒരു എമർജൻസി ഒരു സ്നേക്ക് ബൈറ്റിന് ചെയ്യാമെന്ന് എബ്രഹാം വൈദ്യൻ ഡോക്ടർ എപ്പോഴും
പറയാറുണ്ട്. ഡോക്ടറുടെ ബുക്കിലും എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാ സ്നേഹിക്കുന്നു നോക്കിയുള്ള നാജായോ അതൊക്കെ കൊടുക്കുന്നെങ്കിലും ഇച്ചിനേഷ്യ ടിഞ്ചർ ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ കൊടുക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി നമുക്കൊരു 8 മിനിറ്റ് ആണുള്ളത്. നമുക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും കിട്ടിയ രസകരമായ ഒരു കേസ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനം കിട്ടുന്ന രീതിയിൽ പറയുന്നത് നല്ലതായിരിക്കും. ഈ പ്രിക്ലി ഹീറ്റിന് സൾഫർ കൊടുത്തിട്ടുണ്ടോ ഡോക്ടർ? സൾഫർ കൊടുത്തിട്ടുണ്ട് മാഡം. ഇടയ്ക്കൊരു ഡോസ് കൊടുക്കുന്നത് നല്ലതല്ലേ? നല്ലതാ. അപ്പൊ അത് ഈ കണ്ണിന്റെ അത് നല്ലതാണ്. കണ്ണിൽ ഇൻസെക്ട് പോയാൽ പിന്നെ അത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം നേരത്തെ പറഞ്ഞ പോലെ കൺജങ്ക്ടിവൈറ്റിസിന്റെ ഒക്കെ ആണെങ്കിൽ പോലും കൺജങ്ക്ടിവൈറ്റിസ് അല്ല സോറി കൺജങ്ക്ടിവൈറ്റിസിനും വളരെ നല്ലതാണ് സൾഫർ. അത് അപ്പോൾ 30 ആണ് കൊടുക്കാറ്. പിന്നെ ഇത് റെക്കറന്റ് ആയിട്ട് സ്റ്റൈസ് വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ സൾഫർ വണ്ണം ഞാൻ കൊടുക്കാറുണ്ട്. ഒരു ഡോസ് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അതുപോലെ തന്നെ സൾഫർ വണ്ണം അർട്ടിക്കേറിയ വരുന്ന കേസിലും അങ്ങനെയാണെങ്കിൽ ഒരു ഡോസ് സൾഫർ വണ്ണം കൊടുത്തിട്ട് പിന്നെ ഇൻഡിക്കേറ്റഡ് റെമഡീസും കൊടുക്കാറുണ്ട്. അപ്പൊ കണ്ണിൽ ഇൻസെക്ട് പോകുന്നതാണെങ്കിൽ ഇപ്പം വളരെ അതും ഈ നമുക്ക് ഒരുപാട് കിട്ടുന്ന കേസുകളാണ്. ചിലപ്പം രാത്രിയിലൊക്കെ പേഷ്യൻസ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പം ഹെൽമെറ്റിന്റെ ഗ്ലാസ് വെക്കാതെ പോകുന്ന സന്ദർഭങ്ങളിൽ ഒരുപാട് 1, 2 അല്ല കുറച്ചധികം കേസുകൾ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ആദ്യം പറയുക കണ്ണ് നല്ലതുപോലെ തിരുമാതെ കണ്ണ് നല്ലതുപോലെ ഒരുപാട് വെള്ളത്തിൽ ഇങ്ങനെ അടിച്ചടിച്ച് വെള്ളം വാഷ് ചെയ്ത് ഇത് ചെയ്യാൻ പറയും. നമ്മുടെ ഐലോഷൻ യുഫ്രേഷ്യ ഐലോഷൻ കൊടുക്കും. ബിക്കോസ് ഒരു ചെറിയ രീതിയിൽ എന്തായാലും ഒരു ഇഞ്ചുറി വന്ന് കാണുമല്ലോ. പ്ലസ് അത് നോക്കിയിട്ട് ആർണിക്കയോ റൂട്ടയോ ബെല്ലോ അങ്ങനെ എന്താണെന്ന് യുഫ്രേഷ്യ തന്നെ നമുക്ക് കൊടുക്കാമല്ലോ. 30 or 3x പൊട്ടൻസി ഇന്റേണൽ ആയിട്ട് കൊടുക്കാം. അപ്പൊ എന്നിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് പൊതുവെ അങ്ങനെ ഒരു പാക്ക് വെക്കാൻ പറയും. പാക്ക് വെച്ച് ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ അവിടെ ഇല്ലെങ്കിൽ പോലും പോകുന്ന വഴിക്ക് ആണെങ്കിലും ഒരു ഡ്രസ്സിങ് പാഡ് ഒക്കെ വാങ്ങിച്ച് അത് കട്ട് ചെയ്തിട്ട് അത് കണ്ണടച്ച് വെക്കാൻ പറയാറുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും അവർ ഈ പറയുന്ന പോലെ ഈ ഒരു ഇൻസെക്ട് വളരെ ഫോഴ്സിൽ വന്ന് അടിക്കുമ്പോൾ ഈ ആളുകള് ഉറപ്പായിട്ടും കണ്ണ് തിരുമുന്നുണ്ടാവും. തിരുമുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കണ്ണിൽ ഒരു ഇഞ്ചുറി ചെറിയ രീതിയിലെങ്കിലും ഒരു ഇഞ്ചുറി വരും. അപ്പൊ അങ്ങനെ ഒരു പോറലോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഐ ഡ്രോപ്സ് ഒഴിച്ചിട്ട് ഈ ഒരു പാക്ക് ഒരു ഐയിൽ ഒരു പാക്ക് വെച്ച് അത് കണ്ണടച്ച് വെച്ച് ഇരിക്കാൻ പറയാറുണ്ട്. അതും നമ്മൾ പറയുന്നത് പോലെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ ഒന്നും വരാതെ നന്നായിട്ട് തന്നെ മാറിപ്പോകുന്നതും കണ്ടിട്ടുണ്ട്. പിന്നെ കോംപ്ലിക്കേറ്റഡ് ആകാറില്ല. ഇപ്പൊ ഒരു ഡോക്ടർ സിംഫൈറ്റത്തെ കുറിച്ച് പറഞ്ഞു. സിംഫൈറ്റം പ്രത്യേകിച്ചും കണ്ണിന് കൺഫ്യൂഷൻ വരുന്നതിന് പറയുന്നുണ്ട്, ചതവിന് പറയുന്നുണ്ട് കണ്ണിൽ. അതുപോലെ തന്നെ നെറ്റിയിലൊക്കെ ഒരു ഇടി കിട്ടിയിട്ട് കണ്ണിലേക്ക് വളരെ ഭയങ്കര റെഡ്നെസ്സിൽ ബ്ലഡ് ഇറങ്ങിയ പോലെ കിടക്കുമല്ലോ. അതിനൊക്കെ സിംഫൈറ്റം നല്ല ഗുണം കിട്ടുന്നുണ്ട്. സിംഫൈറ്റം ആർണിക്ക നല്ലതാ, നെക്സോമിക്ക നല്ലതാണ്. ആർണിക്കയും നെക്സോമിക്കയും നല്ലതാണ് ഈ കണ്ണിലെ ഇടിക്കൊക്കെ കിട്ടുന്നതിന്. റൂട്ട നല്ലതാണല്ലോ. പിന്നെ ലഡം ചതഞ്ഞ് കറുത്ത കളറിൽ കിടക്കുകയാണെങ്കിൽ ലഡംപാൽ നല്ലതാണല്ലോ. അങ്ങനെ നമുക്ക് ഇനി 5 മിനിറ്റ് കൂടെ നമുക്കുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോഴാണല്ലോ ഒന്ന് റെഫർ ചെയ്ത് മെഡിസിൻ കൊടുക്കാനുള്ള ഒരു സമയമുള്ളത്. മറ്റേതല്ല ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അത്രയും റെഫർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കേസ് കിട്ടിയിരുന്നു ഒരു കഴിഞ്ഞ ആഴ്ച. ഒരു പ്രായമുള്ള ഒരു അമ്മയായിരുന്നു. അപ്പൊ വന്ന് കേസെല്ലാം എടുത്തപ്പോൾ സയാറ്റിക്കയാണ് നമുക്ക് മനസ്സിലാൻ, ബാക്ക് ഏക്കും ഉണ്ട്. അപ്പൊ വിവരമൊക്കെ ചോദിച്ച് അന്നേരം എനിക്ക് എന്തോ റെഫർ ചെയ്യാനായിട്ട് തോന്നിയില്ല. എന്നാലും ചോദിച്ചു പറഞ്ഞു വന്നപ്പോ ഉടനെ ആ അമ്മ പറഞ്ഞത്, അതിന്റെ മകനും കൂടി വന്നിട്ടുണ്ടായിരുന്നു, പറഞ്ഞത് ഇങ്ങനെ സുപ്പൈൻ പൊസിഷനിൽ കിടന്നിട്ട് കാല് ഫ്ലെക്സ് ചെയ്ത് ഇങ്ങനെ അബ്ഡമിലോട്ട് വെക്കും എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ പിന്നെ അഗ്രവേഷൻ ലെഫ്റ്റ് സൈഡിലോട്ട് കിടന്നാൽ കൂടും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ കാലിക്കാർബാണ് അന്നേരം കൊടുത്തത്. ബാക്ക് ഏക്കും ഒക്കെ ഉണ്ട്. അപ്പം അതെല്ലാം കൊടുത്തു. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞില്ല, പിന്നെ ഞാനൊന്ന് റെഫർ ചെയ്തപ്പോൾ എനിക്കത് തോന്നി കാലി അയഡാണോ എന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാല്
അഗ്രവേഷൻ ഇപ്പൊ കാലി ഗ്രൂപ്പ് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ആ സ്റ്റിച്ചിങ് പെയിൻ ഒക്കെ എല്ലാ കാലി ഗ്രൂപ്പിനും ഉണ്ട്. പക്ഷെ കാലി അയഡില് ഈ റിലീവ്ഡ് ബൈ അമിലറേഷൻ ബൈ ഫ്ലെക്സിങ് ഓഫ് ലെഗ്സ്. അപ്പൊ അന്നേരം എനിക്ക് തോന്നി കാലി കാർബ് ആയിരുന്നില്ല, കാലി അയഡ് ആയിരുന്നു കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. ഞാനത് ആ കേസ് ഷീറ്റിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡോസ് ഒന്ന് റെഫർ കാലി അയഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കേസ് എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഒരു കേസ് ഞാൻ കഴിഞ്ഞ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോഴും ഇതുപോലെ ആ കുഞ്ഞിന് റിപ്പീറ്റഡ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നതായിരുന്നു. അപ്പൊ അത് അവരെ കൊണ്ട് ഞാൻ സ്കാൻ ചെയ്യിപ്പിച്ചു. പിന്നെ കൾച്ചർ ചെയ്യിപ്പിച്ചപ്പം ബാക്ടീരിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും CA 200 ഹിസ്റ്ററി ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റഡ് ആയിട്ട് സിസ്റ്റൈറ്റിസ് വരുന്നത് മെഡോർണവും സ്റ്റാഫിസാഗ്രിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ആ കുഞ്ഞൊരു ഹോട്ട് ആയതുകൊണ്ട് ഞാൻ മെഡോർണം 200 ആണ് കൊടുത്തത് ഇന്റർകറന്റ് ആയിട്ട്. എന്തായാലും റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ ഇൻഫെക്ഷൻ വരുന്നില്ല. എങ്കിലും അതിന്റെ 2 ദിവസം മുമ്പ് വന്നപ്പോ പനിയായിട്ട് വന്നപ്പോ പറഞ്ഞത് ആ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലത്ത് മുറിമ്പ് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ റെഫർ ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നോണ്ട് ഞാൻ നോക്കിയപ്പം ഗ്ലൈസറേസിയ ഗ്ലേബ്രയാണ് അങ്ങനെ ഒറ്റ സിംഗിൾ മെഡിസിൻ 3 മാർക്സ് ആണ് കിടക്കുന്നത്. അപ്പൊ അത് ഞാൻ നോട്ട് ചെയ്ത് പറയാമോ ഡോക്ടറെ? അത് ഡോക്ടർ പറഞ്ഞപ്പോ പോലെ ഞാനൊന്നും നോക്കിയിട്ടും കണ്ടില്ല. ഏതായിരുന്നു സ്പെല്ലിംഗ് എന്ന് പറയാമോ? ഗ്ലൈസറേസിയ GLIZ അങ്ങനെയാണെന്ന് തോന്നുന്നു. GLIZH ഗ്ലൈസറേസിയ എന്നുള്ളത് അങ്ങനെയാ വരുന്നതെന്ന് തോന്നുന്നു. അത് നമ്മുടെ ബോറക്കിലില്ലല്ലോ. ബോറിക്കിലില്ലേ? ബോറിക്കിൽ ഉണ്ടെന്ന് തോന്നുന്നു മാഡം. റിപ്പീറ്റഡ് ആയിട്ട് കോൾഡ് ആ ഒരു ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ബ്രോങ്കോറിയ ഒക്കെ വരുന്നതിന് നല്ലതാണ്. ഞാനത് കുറച്ച് കേസിൽ അങ്ങനെ അത് മെറ്റീരിയൽ മെഡിക്ക വായിച്ചിട്ട് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കോൾഡ് വരുന്ന കുട്ടികൾക്ക് ഞാൻ കൊടുത്തിട്ടും ചുമയൊക്കെ വരുന്ന കുട്ടികൾക്ക് കൊടുത്തിട്ടും ഒരു 2-3 വലിയവർക്ക് കൊടുത്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയായിരുന്നു. 3X ആണ് ഞാൻ കൊടുത്തത്, ഗ്ലൈസറേസിയ ഗ്ലേബ്ര. എനിക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയത്തില്ല. ഞാൻ 3X ആണ് കൊടുക്കുന്നത്. എന്തോ ബ്ലോറിക്കിൽ അത് കാണുന്നില്ല. അങ്ങനെ വല്ലതായിരിക്കും കാണുന്നത്. ഞാൻ എവിടെയോ വായിച്ച് എനിക്കൊരു ഓർമ്മയുണ്ട്. അത് അങ്ങനെ വായിച്ച ഓർമ്മയ്ക്കാണ് ഞാൻ ഈ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരും. ചില കേസ് ഉണ്ടല്ലോ നമുക്ക് കുട്ടികള് അന്നിങ്ങനെ ഭാഗ്യലക്ഷ്മി മാഡം പറയുന്നുണ്ടായിരുന്നല്ലോ, ഫോർട്സിന്റെ ഇമ്മ്യൂണോ സിറപ്പോ എന്തോ മറ്റോ കൊടുക്കുള്ളത്. അപ്പൊ ഈ കുട്ടികൾ കോവിഡ് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തൊരു പ്രശ്നമായിരുന്നല്ലോ അത്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും, ഉടനെ തന്നെ ഇൻഫെക്ഷൻ വരും, പിന്നെയും വരും, അവരും മടുക്കും നമ്മളും മടുക്കും. പക്ഷെ നമുക്ക് മടുത്താൽ പറ്റത്തില്ലല്ലോ, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് റെഡി ആക്കണമല്ലോ. അങ്ങനെയുള്ള കേസുകൾ എനിക്ക് ഗ്ലൈസറേസിയ ഗ്ലേബ്ര കൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അവരുടെ ആ ഇൻഫെക്ഷൻ കുറയും. അതിന്റെ ഇടയ്ക്ക് ഇന്റർകറന്റ് ആയിട്ട് ട്യൂബർക്കുലിനമോ സൂചിയോ അല്ലെങ്കിൽ സിലീഷ്യോ അങ്ങനെ കൊടുക്കും. എനിക്ക് തോന്നുന്ന റിപ്പീറ്റഡ് ആയിട്ട് സിസ്റ്റൈറ്റിസ് വരുന്നത് മെഡോർണം സിലീഷ്യോ ആണെന്ന് തോന്നുന്നു. ഞാനിപ്പോ അത്ര ഓർക്കുന്നില്ല. 3 മാർക്സ് 2 മാർക്സും 1 മാർക്കും ഒരുപാടുണ്ടെങ്കിലും സിലീഷ്യയും മെഡോർണോ ആണെന്ന് തോന്നുന്നു. അതിനൊന്ന് റെഫർ ചെയ്താൽ മതി. ഞാൻ സിന്തസിസ് ആണ് നോക്കിയത്. അപ്പൊ ആ കുട്ടിക്ക് ഒരു നല്ല വ്യത്യാസമുണ്ട്. എന്നാലും ഇനി ആ പനി മാറിക്കഴിഞ്ഞ് വരുമ്പോ ഞാൻ ഇത് മെഡിസിൻ ഒന്ന് കൊടുക്കണം എന്ന് ഓർക്കുന്നു. ഗ്ലൈസറേസിയ ഗ്ലേബ്ര 3 മാർക്സ് റെമഡി, സിംഗിൾ റെമഡി ആണല്ലോ. അത് അങ്ങനെ 1-2 കേസ് ഇങ്ങനെ റെയർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു കേസ് ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഒരു ഫാറ്റി ലിവറിന്റെ ഒരു കേസ് grade 3 ആയിരുന്നു. ആ പേഷ്യന്റിന് ഇത് പ്രത്യേകിച്ച് ഡിന്നർ കഴിയുമ്പോൾ ഉറക്കം വരും എന്നുള്ളതിന് ഞാനിങ്ങനെ റെഫർ ചെയ്ത് നോക്കിയപ്പം ഫെൽറ്റൗരിയാണ്. നല്ല പയ്യൻ ഇപ്പൊ 10-35 വയസ്സുള്ള ആ പയ്യൻ ഇപ്പൊ രാത്രിയിലൊക്കെ ചോറുണ്ടിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ്, അത് നോർമൽ ആണല്ലോ, 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേ ഉറങ്ങുകയുള്ളൂ. 30 ആണ് എനിക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയത്. 30 കൊടുത്ത് നല്ല റിസൾട്ട് ആയി എനിക്ക്. അതൊരു നല്ലൊരു കേസായിരുന്നു എനിക്ക് കിട്ടിയത്. റെഫർ ചെയ്ത് തന്നെ കൊടുക്കുമായിരുന്നു. ഫാറ്റി ലിവറിന് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. മെഡിസിൻ അല്ല, grade 2 ഫാറ്റി ലിവർ വരെയും കുറഞ്ഞു വന്നിട്ടുണ്ട്. അതായത് ഒരു നെല്ലിക്കയും ഒരു കഷ്ണം പച്ചമഞ്ഞളും അരിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ നല്ല പോലെ കുറയുന്നുണ്ട് ഫാറ്റി ലിവർ. നമുക്ക് സാധാരണ നമ്മുടെ പേഷ്യൻസിന് പറഞ്ഞു കൊടുത്താൽ വളരെയധികം പ്രയോജനം കിട്ടുന്നുണ്ട്. ശരി. ഡയറ്റ് നമ്മൾ വളരെ ശ്രദ്ധിക്കണമല്ലോ. പറയുമ്പോ ഒരു നെല്ലിക്കയും ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞളും കൂടെ അരിഞ്ഞ് കഴിച്ചാല് പെട്ടെന്ന് കുറയുന്നുണ്ട്. അതെ. നാളെ നമുക്ക് ദന്തരോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയെന്നും പറഞ്ഞൊരു വിഷയം വെക്കാം.
ഇന്നെന്തായാലും ഞങ്ങള് പലവിധ ചർച്ചകളായിരുന്നു, റിസർച്ചുകൾ ഞങ്ങൾ നടത്തി. ഞാൻ കേട്ട് നമ്മള് നമ്മുടെ ഇത് കുടുംബസാഹചര്യം ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു നഷ്ടം വന്നു റിസർച്ചിന്റെ കാര്യത്തില്. പക്ഷെ അത് ഞങ്ങൾ നികത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ചർച്ച ആമുഖമായി ധനേഷ് ഡോക്ടർ തുടങ്ങി. അതിന് തുടർച്ചയായി രാജേശ്വരി ഡോക്ടർ അത് ഏറ്റെടുത്തു. അതിന് കൂടെ ലതാ മനോഹരൻ ഡോക്ടർ, ആനിയമ്മ ജോൺ ഡോക്ടർ, ലിസി പ്രസാദ് ഡോക്ടർ എന്നിവർ മെസ്സേജുകളിൽ ഒരു ഇതിലൂടെ നമുക്ക് അറിവുകൾ തന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ചർച്ച വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് നടത്താൻ സാധിച്ചു. ഇതില് പങ്കെടുത്ത എല്ലാവർക്കും, ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും, അതുപോലെ ഇതിന് കേൾവിക്കാരായിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ സൂം നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി.